നമസ്കാരം. എല്ലാവർക്കും ഉപാസനയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നിഷ, നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മളിപ്പോൾ ഉള്ളത് പൂങ്കുന്നം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. ഓക്കെ. ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാമോ? അറിയാം. അതായത് കേരളത്തില് സീതയ്ക്കും രാമനും മുഖ്യ പ്രതിഷ്ഠയുള്ള ഏക അമ്പലമാണ് കേരളത്തില്. അതാണ് ഇതിന്റെ ഒരു പ്രാധാന്യം. അതെ. അതുകൂടാതെ ഇവിടെ ശ്രീരാമൻ ഇരിക്കുകയാണ്. നമ്മൾ സാധാരണ എല്ലായിടത്തും ശ്രീരാമൻ നിൽക്കുന്നതായിട്ടാണ് കാണാറ്, പക്ഷെ ഇവിടെ ശ്രീരാമൻ ഇരിക്കുകയാണ്. അതുമാത്രമല്ല കേട്ടോ, പിന്നെ കേരളത്തില് സ്വർണ്ണരഥമുള്ള ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയുള്ളതും ഈ ക്ഷേത്രത്തിലല്ലേ? അതെ അതെ, ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ ഇവിടെയാണ്. പക്ഷേ കേരളത്തിലല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിഷ്ഠയാണിത്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് അനുബന്ധിച്ച് തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇപ്പൊ നമ്മൾ ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനും സീതയുമാണ്. ഇടത്ത് ലക്ഷ്മണനും വലത്ത് ഹനുമാനും ഉപദേവതാ പ്രതിഷ്ഠകളായിട്ടുമുണ്ട്. അതുകൂടാതെ പുറത്ത് അയ്യപ്പൻ, ശ്രീകൃഷ്ണൻ, നവഗ്രഹങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. അതുകൂടാതെ ശിവക്ഷേത്രത്തിന്റെ മുന്നിലായിട്ട് നാഗദേവതകളുടെ പ്രതിഷ്ഠയുമുണ്ട്. നഗരഹൃദയത്തിലാണ് ഈ ക്ഷേത്രമെങ്കിലും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വന്നാൽ തികച്ചും ഒരു ഗ്രാമത്തിലെത്തിപ്പെട്ട പ്രതീതിയാണ്. പൂങ്കുന്നം പുഷ്പഗിരി അഗ്രഹാരത്തിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ക്ഷേത്ര ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇടതൂർന്നു നിൽക്കുന്ന മരങ്ങളും വള്ളിപ്പടർപ്പുകളും പുൽത്തകിടുകളും നിറഞ്ഞ ഈ ക്ഷേത്രാങ്കണം പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന മഹത്തായ സന്ദേശമാണ് നമ്മെ മെയ് 17 2026 പൂങ്കുന്നം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വസന്തോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. വസന്തോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ സീതാ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നു. സീതാ കല്യാണത്തിന്റെ വീഡിയോ ചിത്രീകരിക്കാനുള്ള അനുമതി ഇല്ലാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല. സീതാ കല്യാണം എന്നത് വളരെ പ്രത്യേകതയോടുകൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ്. എപ്രകാരമാണോ സാധാരണ ഒരു ബ്രാഹ്മണ വിവാഹം നടക്കുന്നത്, അതേപോലെ തന്നെ ശ്രീരാമ സീതാ വിവാഹം നടക്കുകയാണ്. സാധാരണയായി സമാവർത്തനം കഴിഞ്ഞതിന് ശേഷം ഒരു യുവാവ് സന്യാസത്തിനു വേണ്ടി കാശിക്ക് പോവുകയാണ്. അങ്ങനെ കാശിക്ക് പോകുന്ന യുവാവിനെ വഴിമധ്യേ വധുവിൻ്റെ വീട്ടുകാർ തടഞ്ഞു നിർത്തുകയും കാശി യാത്രയിൽ നിന്ന് പിന്മാറണം എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. പകരം ആ വരന് വേണ്ട ഉചിതമായ രീതിയിലുള്ള വിവാഹം നടത്താനും കന്യാദാനം നിർവഹിക്കാനും തയ്യാറാണെന്ന് വധുവിൻ്റെ വീട്ടുകാർ വരനെ അറിയിക്കുന്നു. അങ്ങനെ വരനെ അനുനയിപ്പിച്ചു കൊണ്ടുവന്ന് വിവാഹം നടത്തുന്നു. ഇതാണ് സാധാരണയായിട്ട് നടക്കുന്ന ബ്രാഹ്മണ വിവാഹങ്ങളിലെ ഒരു ചടങ്ങ്. ഇപ്രകാരമൊക്കെയാണ് ഇവിടെയും ശ്രീരാമ സീതാ വിവാഹം നടത്തുന്നത്. ഇതെല്ലാം ആ ക്ഷേത്ര ദർശനത്തിന് വന്ന ഒരു ആചാര്യതുല്യനായ വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. ഇവിടെ പ്രദക്ഷിണ വഴികളെല്ലാം വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. പരന്നു കിടക്കുന്ന പുൽത്തകിടുകൾക്ക് നടുവിലൂടെ വളഞ്ഞ് പുളഞ്ഞ് കൽപ്പാകിയ പ്രദക്ഷിണ വഴികൾ. ആര്യവേപ്പ്, നെല്ലി, ചന്ദനം എന്നിങ്ങനെയുള്ള മരങ്ങളും ധാരാളം വളർന്നു നിൽക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പേരറിയാത്ത മരങ്ങളും. മണ്ണും മനുഷ്യനും ഒന്നാണ്. തൂണിലും തുരുമ്പിലും മണ്ണിലും വിണ്ണിലും ഉള്ളത് അതേ ഈശ്വര ചൈതന്യമാണ്. ഈ ഓർമ്മപ്പെടുത്തലുകളാണ് ഓരോ ക്ഷേത്രാങ്കണങ്ങളും. ഈ പ്രദക്ഷിണ വഴിയിലൂടെ ഇങ്ങനെ നടന്നു ചെല്ലുന്നത് നവഗ്രഹങ്ങളുടെ നടയിലേക്കാണ്. ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായി പറയുന്നത് നവഗ്രഹങ്ങളും അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും എല്ലാമാണ്. ഈ പ്രകൃതിയുടെ മറ്റുള്ള ഘടകങ്ങളെ ആശ്രയിക്കാതെ മനുഷ്യ ജീവിതം സാധ്യമാവില്ല. സനാതനധർമ്മം ക്ഷേത്ര സങ്കല്പങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് ഇതാണ്. നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് അപ്പുറത്തായി ശ്രീകൃഷ്ണനുണ്ട്. ഈ കാണുന്നതാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാമസീത വിവാഹവും കണ്ട് പ്രസാദവും സ്വീകരിച്ചു. ഇനി നമുക്ക് ആ വലിയ ഹനുമാൻ പ്രതിമ കാണാം. ഒറ്റക്കല്ലിൽ തീർത്ത വലിയ ഹനുമാൻ പ്രതിമ. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ ഇതാണ്. എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഈ പ്രതിമ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടും.
നയനാനന്ദകരമാണ് ആ കാഴ്ച. ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.